ശിവമോളെ എന്താണ് പരിപാടി? ഞാൻ മുട്ട പൊരിക്കാൻ പോവാ. ഒരു മുട്ട പൊരിച്ചത് പോരായോ? ഇനി മുട്ട പൊരിക്കണോ? ഒന്ന് മുട്ട പൊരിച്ചതിന്റെ വയറിലായിട്ടിരിക്കുക, ഇനി മുട്ട പൊരിച്ച് വയറിലാക്കണം. കുഴപ്പമില്ല, എന്നാ എന്റെ മുട്ട പൊരിക്കും ഞാൻ നോക്കട്ടെ. എന്ത് വയറിലായെന്ന് എന്തോ നോക്കട്ടെ, സംഭവം എന്തോന്നും അറിയണമല്ലോ. ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ? ഇത്രയും വെളിച്ചെണ്ണയോ? ഇതിപ്പോ എത്ര 3-4 സ്പൂൺ ഉണ്ടോ? അളക്കാം. അളക്ക് അളക്ക് അളക്ക്. കഴിഞ്ഞു പോയി. ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ്. പക്ഷെ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം ഇക്ക. അയ്യോ, ഇതിൽ അരയായിട്ടേ ഉള്ളല്ലോ. അരയായിട്ടേ ഉള്ളല്ലേ? അതെ, നോക്കി ഇനി ഇങ്ങനെ കാണിയത്. ഇനി ലാസ്റ്റ് പറയാതെ ചരിച്ച് പിടിച്ചോട്ട് നിറഞ്ഞു കിടക്കുമായിരുന്നു. ലാസ്റ്റ് പറയാത് ഫുള്ളാണെന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഇത്രയും വെളിച്ചെണ്ണ? ഇത് എത്ര സ്പൂൺ ഉണ്ട് ഇത്? ചുമ്മാ ആൾക്കാർ പറയുന്നതിൽ തെറ്റുണ്ടോ ശേഖരെ? എന്തു ഇത് എത്ര വെളിച്ചെണ്ണ ഇത്? പാനൊക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടോ. എന്തോന്നാ ഇത്? അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. മുളക് പൊടി? എന്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്റെ കൈക്ക് എന്താ പ്രശ്നം? അതിലേക്ക് ഞാൻ കഴുകി വെച്ചിരുന്ന വൃത്തിയാക്കി വെച്ചിരുന്ന മുട്ടയാണ്, അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാരും നോക്കി വൃത്തിയാക്കി വെച്ചാട്ടോ, ഇനി ഇതിനകത്തൊന്നും പറയാൻ വരല്ലേ. മുട്ട ഒഴിച്ചു കൊടുത്തു ഞാൻ അതിലേക്ക്. ആ എണ്ണക്കകത്ത് കിടന്ന് തുടിക്കുന്നില്ല നമ്മുടെ മുട്ട. അതെ, എണ്ണയൊക്കെ മേലോട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇത്രയും ഉപ്പിടുവോ? ആ, ഇത്രയും ഉപ്പിട്ട് കൊടുക്കും. മുട്ട ഉപ്പ് മിക്സ് ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് അടച്ചു വെച്ച് കൊടുക്കാൻ പോവാണ്. വെറുതെ അല്ല പറഞ്ഞാണ്ട് ഉപ്പൊക്കെ പൊന്തി കിടക്കുന്നു. ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കും. സത്യം പറ, നീ ഇത് ആ യൂട്യൂബിലുള്ള നീ കോപ്പി അടിച്ചല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി, അത് നമുക്ക് മനസ്സിലാവുമല്ലോ. പോട്ടെ, ഇനി നീ തുറന്ന് ഇതൊന്ന്. ഇത് കഴിച്ച വല്ല അറ്റാക്കൊക്കെ വരുമോ ശകലെ? പടച്ചോനാണ്. അപ്പൊ വെന്ത് വരുന്നുണ്ട്. ഇനി വെന്ത് വരുമ്പോഴത്തേക്ക് അത് തിരിച്ചിടാൻ പോവാം. ഉപ്പ് മിക്സ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചതേ. ഇപ്പൊ ചെറുതായിട്ട് ആവിയിൽ ഇതായിട്ട് പിന്നെ തിരിച്ചിടുമ്പോൾ എല്ലാ ഭാഗത്തും എത്തിയില്ലെങ്കിലും എനിക്കിത് കറക്റ്റാണ്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ കലക്കി ഒഴിക്കുക. അത് ഞാൻ വീഡിയോ പറയുന്നുണ്ട്, അല്ല വീഡിയോ പറയുന്നുണ്ടായിരുന്നു. ഉപ്പ് കലക്കി വേണമെങ്കിൽ ഒഴിക്കാവുന്നു. പക്ഷെ അതത്ര ഇഷ്ടമല്ല. ഇതിലേക്ക് ഞാൻ മുട്ട തിരിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ കിടന്ന് മുട്ടയല്ല നെയ്യപ്പം ചുട്ടെടുത്തോണ്ടിരിക്കും. എന്താ തിള വയറിലായ മുട്ട റെഡി. ഉപ്പില്ലാത്ത മുട്ട കാണിച്ച് ഇങ്ങനെ നമ്മുടെ നെയ്യപ്പം റെഡി. അല്ല സോറി, മുട്ട റെഡി. എണ്ണ ബാലൻസ് വന്ന എണ്ണയാണ്. ബാക്കി എല്ലാം മുട്ടയിൽ പിടിച്ചിട്ടുണ്ടേ. അൺഹെൽത്തി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങള് നമ്മൾ ഈ ഒരു മുട്ട പൊരിച്ചതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കയറി ഭയങ്കര എയർലൈൻ. അത് വൈറലാവാൻ നോക്കിയത്. അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഫേസ്ബുക്ക് ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ലഞ്ച് ബോക്സിന്റെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്താണെങ്കിൽ മുട്ട പൊരിച്ചതിന്റെ ഒരു വീഡിയോ ഇട്ടപ്പം അതൊരു അശ്വതി രാമചന്ദ്രൻ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒന്ന് ചെയ്യാമോ, റെസിപ്പി വീഡിയോ ചെയ്യാമോ, കണ്ടിട്ട് കഴിക്കാൻ തോന്നിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്തു. അത് നമ്മുടെ റെസിപ്പി ആയിട്ട് ചെയ്തതല്ല, അത് വീഡിയോ ചോദിച്ചിട്ട് അത് റെസിപ്പി ചെയ്തതേ ഉള്ളൂ, അല്ല നമ്മൾ കണ്ടുപിടിച്ചതൊന്നും അല്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന വീഡിയോ തന്നെ. ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലപ്പോ കുറെ ബാഡ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബാഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഉപ്പ് കൂടുതലാണ്, പിന്നെ എണ്ണ കൂടിപ്പോയി, അറ്റാക്ക് വരും, പിന്നെ പാത്രം നോൺ സ്റ്റിക്ക് ആണോ, വൃത്തിയില്ലാത്ത പാത്രമാണോ, പിന്നെ വേറെ എന്തൊക്കെ കൈക്ക് പ്രശ്നമുണ്ടെന്നും പിന്നെ വേറെന്താ മുട്ട അത് കലങ്ങിയിട്ടില്ലെന്നും പിന്നെ മുട്ട കഴുകിയിട്ടാണോ അത് പൊട്ടിച്ച് ഒഴിച്ചത്, അതിലേക്ക് മുട്ടേന്റെ വെള്ളം വീഴുന്നുണ്ടെന്നും ഒക്കെ കുറെ നല്ല. അല്ലാതെ അത് കുഴിയുള്ളൊരു പാൻ, അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് കുഴിയുള്ളൊരു പാൻ, കുറെ പേര് പറയുന്നുണ്ട് ആ കുഴിയുള്ള പാൻ. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ 1 സ്പൂൺ പോലും വെളിച്ചെണ്ണ ഇല്ല. അപ്പൊ അത്രയും വെളിച്ചെണ്ണ ഒഴിക്കുക, കുഴിയുള്ളതാണ് നമുക്ക് കുഴി അത് തോന്നുന്നത്. പിന്നെ മുട്ട ഇട്ടപ്പോൾ അത് നമുക്കങ്ങനെ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കുള്ള വെളിച്ചെണ്ണ ഒന്നും ഇല്ല അതിനകത്ത്.
പിന്നെ നമ്മൾ അതിനകത്ത് ഓയിലല്ല ഒഴിച്ചത്, നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാവരും പറയുന്നത് കൊളസ്ട്രോൾ വന്ന് അഴിച്ചു പോകുന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ വെളിച്ചെണ്ണ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. ഇപ്പോഴല്ലേ ഓയിലും പാം ഓയിലൊക്കെ വന്ന് തുടങ്ങിയത്. വെളിച്ചെണ്ണ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഒന്നും പ്രശ്നം വരത്തില്ല. കൊളസ്ട്രോൾ അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ആരും എന്നോട് പറഞ്ഞാൽ വെളിച്ചെണ്ണ കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉള്ളതായിരിക്കും, പക്ഷെ അത് അങ്ങനെ പിന്നെയും യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിലാണ് പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല നല്ല ഓയിൽ, നല്ല നമ്മൾ വീട്ടിൽ തന്നെ എന്താ എങ്ങനെയൊക്കെ തേങ്ങ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ് പ്രശ്നമില്ല. ഞങ്ങൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൽ വലിയ ഇതൊന്നും തോന്നില്ല. പിന്നെ ഓരോരുത്തർ ഇഷ്ടമല്ല വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണതും അതിലിങ്ങനെ മെസ്സേജ് അതെ അതിൽ പറയുന്നുണ്ട്. അത് ഞങ്ങൾ ഓരോരുത്തർ കോപ്പി അടിച്ചതാണ്. ഒരു ബ്ലോഗറിന്റെ പേര് പറഞ്ഞിട്ട് മൂപ്പർക്ക് നല്ല വ്യൂസും കാര്യമൊക്കെ ഉള്ളതാണ്. അങ്ങനെ മൂപ്പര് വൈറലായി. പക്ഷെ മൂപ്പര് ഇടുന്നതിനും എത്രയോ നാൾക്ക് മുമ്പ് ഒത്തിരി യൂട്യൂബേഴ്സ് ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, നിങ്ങൾ ആദ്യമായിട്ട് അവരുടെ ചാനലായിരിക്കും ഇത് കണ്ടത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ മുട്ട പൊരിച്ചതിന്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരു 6-7 വർഷം മുമ്പ് ഈ ഒരു തമിഴ്നാട്ടുകാര് തമിഴ് അവരാണെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യണേക്കാം എന്താ റീൽസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അമ്മയാണെങ്കിൽ മോനക്ക് വേണ്ടി ഇങ്ങനെ മുട്ട പൊരിക്കുന്നത്, അതായത് ഒരു റീൽസിന് വേണ്ടിയിട്ട് അവരിങ്ങനെ മുട്ട പൊരിക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് എടുത്തത് തന്നെ. പിന്നെ എൻ്റെ വീട്ടിലും ഇങ്ങനെ അവർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ മുളക് പൊടിയല്ല യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മുളക് പൊടി ഇടാണ്ട് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പൊരിച്ചെടുക്കാനേ ഉള്ളൂ. ഇത് ഞാൻ അതിന് മുമ്പേ ഞാൻ കണ്ടു. അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ബ്ലോഗേഴ്സിൻ്റെ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം റെസിപ്പി ആയിട്ടല്ല ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടിച്ചല്ലെന്ന് ഞാനത് പറയുന്നുണ്ട്. ഞങ്ങളുടെ റെസിപ്പി അല്ല. അപ്പം എന്നെ ആരും ട്രോളാൻ നിൽക്കില്ലെന്ന് ആ വീഡിയോ നല്ലപോലെ പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് നമ്മളെ അങ്ങ് എന്താ അപമാനിക്ക് എയറിലാക്കി എന്തൊക്കെയല്ല മെസ്സേജ് കണ്ടെച്ചത്. ഞാൻ മാക്സിമം കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്താൽ എത്രയെന്ന് വെച്ചാൽ അതെ അതായിരിക്കും നല്ലത്. വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് തന്നെ. അപ്പം ആ വീഡിയോ കാണാത്തവരൊന്നുകൂടെ പോയി ആ വീഡിയോ കാണുക, കണ്ട് മനസ്സിലാക്കുക. അപ്പം എന്നാ ശരി, ഞങ്ങൾ ഇവിടെ അതെ ഞങ്ങളിത് പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാതെ. അതിൽ പിന്നെ പറയാനുള്ള ഒരു കാര്യം കൊണ്ട് എടുക്കാം. അതില് കുറെ പേര് നല്ല കമന്റ് ഇട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ. പക്ഷെ ബാഡ് കമന്റ് ആയിരുന്നു അത് കൂടുതൽ. എതിർത്ത് ചെയ്യുമല്ല, അത് കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. കുറെ പേർക്ക് ഇത് അറിയത്തില്ലായിരുന്നു. എപ്പോഴും ഞാൻ പറയാം ഫ്രണ്ട്സ് ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി അല്ലേ, ഇത് എല്ലാവർക്കും അറിയാം. കുറച്ച് പേര് പറഞ്ഞത് ബുൾസൈ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബുൾസൈ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമേ വേവിക്കുന്നില്ല, ഇത് തിരിച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറയാമല്ലോ ഇത് ബുൾസൈ അല്ലെന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് തന്നെയല്ലേ ഇത് നമ്മളെന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും കമന്റിലൂടെ രേഖപ്പെടുത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ല, അത്രയും കമന്റ്. അപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ചെയ്യാം. അപ്പൊ അല്ലാണ്ട് ബാഡ് കമന്റ് വരുന്നത് നമ്മൾ മോശമാക്കി പറയുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അത് ഞാൻ കൈ വാഷ് ചെയ്തിട്ടായിരുന്നു അത് മുട്ട വാഷ് ചെയ്തപ്പോ എന്റെ കയ്യിൽ വെള്ളം വീണിട്ടുണ്ടായിരുന്നു. തുള്ളികൾ കണ്ടിട്ടായിരിക്കും ഇനി അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അതിനകത്ത് പാൻ എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോ ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അത് ഇരുമ്പിന്റെ തവയാണ്. അത് നോൺ സ്റ്റിക്കിന്റെ പാത്രമല്ല. പിന്നെ അതിൽ അത്രയും വെളിച്ചെണ്ണ അത്രയും ഒഴിക്കണം, എന്നാലേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ മുട്ട ഫ്ലഫിയായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അതിൽ ഞാൻ ഉപ്പ് പൊടിയായിട്ട് ഇട്ടത്. അത് ധൃതിയുള്ള ടൈമിലാണ് ഞാൻ ഉപ്പ് പൊടിയായിട്ട് ഇടുന്നത്. എനിക്ക് ക്ലാസ്സിന് പോകാനൊക്കെ ടൈം ആകുമ്പോഴാണ് ഞാൻ ലഞ്ച് ബോക്സിന്റെ വീഡിയോ വെച്ചുകൊണ്ട് പോകാനാണ് മിക്കവാറും അങ്ങനെ മുട്ട ഞാൻ പൊരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കലക്കി വേണമെങ്കിൽ ഒഴിക്കുക. അത് ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്. മുട്ട ഒഴിക്കുമ്പോൾ അതിലേക്ക് പൊടി ഇടുന്നത് കലക്കി വേണമെങ്കിൽ ഒഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അത് പൊടിയായിട്ടാണ് പെട്ടെന്ന് ഇടുന്നത്. പക്ഷെ എനിക്കത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് റെസിപ്പി ആയിട്ടല്ല ചെയ്തൊരു ഫ്രണ്ട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത്.